ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നേരിട്ട് കടന്നു വന്നു സൂം ആപ്പിലൂടെയും ഈ മീറ്റിംഗിൽ, ഈ സഭായോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ എൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാൻ ദൈവം നമ്മ ഓരോരുത്തരെയും സഹായിച്ച കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ദൈവമായ കർത്താവ് ഇന്ന് അവിടുത്തെ മനസ്സ് നമ്മുടെ മുന്നിൽ തുറന്ന് അവിടുത്തെ ഹൃദയത്തിലെ വിചാരങ്ങൾ നമ്മോട് വെളിപ്പെടുത്തി തൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ നടത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം, 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. സ്തോത്രം. പിതാവേ, നന്ദി. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം കർത്താവേ. ഞങ്ങളെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളോട് ആത്മീയമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ അവിടുത്തെ സന്ദേശത്തിന് മുമ്പിലായിരുപ്പണ്ടക്കോണം എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുകൃപയാൽ നിറച്ചാട്ടെ എല്ലാവരെയും. ആത്മീയ സന്തോഷത്താലും ആത്മീയ ആനന്ദത്താലും നിറച്ചാട്ടെ കർത്താവെ. അവിടുത്തെ നിറവിൽ നിന്ന് ഞങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ കൃപയുടെ സന്തോഷം കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആനന്ദം ഞങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുവാൻ, പുറത്തേക്ക് വരുവാൻ തക്കോണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗ്ഗസ്ഥ പിതാവേ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. സ്തോത്രം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ. ആരാണ് ന്യായം വിധിക്കുന്നത്? ദൈവമായ കർത്താവാണ് നമ്മ പിതാവേ എന്ന് വിളിക്കുന്നവൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യദൈവമാണ് ന്യായം വിധിക്കുന്നവൻ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മെ ന്യായം വിധിക്കുവാൻ നിയമിക്കപ്പെട്ടവൻ തന്നെയാണ് നമ്മുടെ രക്ഷകനായി വന്നതും. നമ്മുടെ രക്ഷകനായി വന്നവൻ തന്നെയാണ് നമ്മെ ന്യായം വിധിക്കാനിരിക്കുന്നതും. മനസ്സിലായോ? ന്യായാധിപനായ, നീതിയുള്ള ന്യായാധിപനായ കർത്താവ്. പൗലോസ് പറയുന്നില്ലേ, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തുമെന്ന് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വായിച്ചിട്ടില്ല നമ്മള്. അപ്പൊ അവൻ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവാണ്. മുഖപക്ഷം കൂടാതെയാണ് ഓരോരുത്തരുടെ പ്രവൃത്തിക്കനുസരിച്ച് ന്യായം വിധിക്കുക. സ്തോത്രം. അതുകൊണ്ട് തന്നെ മാനവജാതി ഒരു കുടുംബത്തിൽ പിറന്നവരായാലും ഒരു നാട്ടിലുള്ളവരായാലും ഒരു സഭയിലുള്ളവരായാലും ഒരുപോലെയല്ല സ്വഭാവങ്ങൾ. പല കുടുംബത്തിൽ നിന്നും പല പാരമ്പര്യത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്നവർക്കൊക്കെയും വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും ഉണ്ടാവുക. അവരെല്ലാവരെയും ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക്, ക്രിസ്തുവിന്റെ ഐക്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ ദൗത്യം. കാരണം ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തോട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവത്തോട് നിങ്ങൾ ഐക്യപ്പെടുക എന്നല്ല ഐക്യം. ഞാനിവിടുന്ന് പ്രസംഗിക്കുന്നു, ഞാനൊരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തോട് നിങ്ങൾ ഐക്യപ്പെടുക എന്നതല്ല യഥാർത്ഥ ഐക്യം. ഞാൻ പറയുന്ന കാര്യം ദൈവവചനത്തിനും ദൈവത്തിനും ഇഷ്ടമാണോ, അടിസ്ഥാനപ്പെട്ടതാണോ എന്നതിനെ കരുതിയാണ് ഐക്യമായിരിക്കേണ്ടത് ആവശ്യം. മനസ്സിലായോ? ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് ശരിയാണോ, ദൈവത്തിൽ നിന്നുള്ള തന്നെയാണോ, ഇത് ദൈവഹിതമാണോ എന്ന് അറിഞ്ഞു വേണം അതിനോട് ഐക്യപ്പെടുക. അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഐക്യപ്പെടണമെന്നല്ല. അപ്പോൾ എൻ്റെ സ്വഭാവത്തോട് നിങ്ങൾ ചേരുക എന്നതല്ല ഐക്യം. ഞാൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ അതേപോലെ തന്നെ പുതിയ സൃഷ്ടിയാകുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. മനസ്സിലായോ? ഇവിടെ ഇതാ യേശു ക്രിസ്തു മുഖാന്തരമാണ് ന്യായം വിധിക്കുക എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. 17-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികള് 17-ന്റെ 31.
താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിലൂടെയാണ് നമ്മെ ന്യായം വിധിക്കുക. ക്രിസ്തുവാണ് നമ്മെ ന്യായം വിധിക്കുക. ആ ക്രിസ്തു തന്നെയാണ് നമ്മെ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ വന്നതും യേശുവായി വന്നതും ആ ക്രിസ്തു തന്നെയാണ്. അപ്പോ യേശു വന്ന് ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഉണ്ടായ ഒരു സംഭവമല്ല. യേശു ക്രിസ്തുവിനെ തന്നെയാണ് ദൈവം ന്യായവിധിക്കാനായിട്ട് മുൻ നിശ്ചയിച്ചിട്ടുള്ളത്. ആ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മളെ രക്ഷകനയച്ചത്. ആരുടെ രൂപത്തിലും സാദൃശ്യത്തിലും, ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ മനുഷ്യനായി അതേ രൂപത്തിലും സാദൃശ്യത്തിലും വന്നു. നമ്മുടെ ബലഹീനതകള്, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങള് എന്തൊക്കെയാണെന്ന് അവൻ കണ്ടറിഞ്ഞു. അതൊക്കെ നമ്മുടെ വേദനകള് അവൻ ഏറ്റെടുത്തു. നമ്മുടെ ബലഹീനതകൾ അവൻ ഏറ്റെടുത്തു എന്ന് നമുക്ക് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും അതിന്റെ നീതിയെക്കുറിച്ചും അവൻ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു ഈ ഭൂമിയിൽ വെച്ച്. അങ്ങനെ നമുക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കൈകളിൽ അവൻ പറഞ്ഞ വാക്കുകള് ബൈബിളിൽ രേഖപ്പെടുത്തി നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുക. ആ പദ്ധതിയിൽ നമ്മളും ഉൾപ്പെട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞിട്ടുള്ള രക്ഷാകരമായ പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് നാം ഇവിടെ ഇന്ന് ദൈവസഭ ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുക. അങ്ങനെ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുവാൻ നിയമിക്കപ്പെട്ടവൻ നമ്മുടെ രക്ഷകനായി വന്നു. അപ്പോൾ താൻ നിയമിച്ച യേശുക്രിസ്തുവിലൂടെ, അവൻ പറഞ്ഞ മാർഗത്തിലൂടെ, അവന്റെ ജീവിതത്തിലൂടെ, അവൻ കാണിച്ചു തന്ന മാതൃകയിലൂടെ രക്ഷ പ്രാപിക്കാനായിട്ട് ഒരു മാതൃക കൂടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മെ പോലെ ഒരു മനുഷ്യനായി ജനിച്ച്, ഒരു മനുഷ്യനായി ജീവിച്ച്, പാപമൊന്നും കൂടാതെ, പാപമൊന്നും ചെയ്യാതെ അവൻ ഈ ഭൂമിയിൽ പിതാവിന്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പിതാവിന്റെ ഹിതം നിറവേറ്റാനായിട്ട് തന്റെ സഹജീവികൾ എന്ന പോലെ മാനവജാതിയോട് അവൻ ആഹ്വാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ആ കരേറിപ്പോയവൻ തന്നെയാണ് ന്യായവിധിക്കാനായിട്ട് വരിക. എന്തുകൊണ്ടാ അങ്ങനെ ദൈവത്തിന് അറിഞ്ഞുകൂടെ നമ്മുടെ ബലഹീനതകള്? നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിന് അറിഞ്ഞുകൂടെ നമ്മുടെ ദുഃഖങ്ങള്, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ തെറ്റുകള്, നമ്മൾ തെറ്റ് ചെയ്യുന്ന ഒരു ശരീരത്തിലാണ് നാം ജീവിക്കുന്നതൊക്കെ എന്ന് കർത്താവിന് അറിഞ്ഞുകൂടെ? പക്ഷെ ആ തെറ്റിൽ നിന്നും തെറ്റിൽ തുടരണമെന്ന് ആഗ്രഹിക്കാത്ത കർത്താവ് ആ തെറ്റിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടി കൂടിയിട്ടാണ് തന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അല്ലാതെ ഒരു സുപ്രഭാതത്തില് ക്രിസ്തുവിലൂടെ ന്യായവിധിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര പേര് രക്ഷപ്പെടും? നമ്മുടെ പാപങ്ങൾക്ക് ഒരു പരിഹാരം വരുത്താതെ, നമ്മുടെ പാപങ്ങൾക്ക് ഒരു പരിഹാരം വരുത്താതെ, നമ്മുടെ നീതിയുടെ മാർഗം നമ്മുടെ മുമ്പിൽ തെളിയിച്ചു കാണിക്കാതെ എങ്ങനെ ദൈവത്തിന് നീതിയോടെ ന്യായം വിധിക്കാൻ കഴിയും? ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷെ തന്റെ പരിശുദ്ധിയിൽ, തന്റെ നീതിയിൽ നമ്മെ ന്യായം വിധിക്കുകയാണെങ്കിൽ, പഴയ നിയമ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവേ നീ നീതിയോടെ ന്യായം വിധിക്കുന്നതിന്റെ മുമ്പിൽ എത്ര പേർക്ക് നിൽക്കാൻ കഴിയും? നിന്റെ മുമ്പിൽ നീ നീതിയോടെയാണ് മനുഷ്യനെ ന്യായം വിധിക്കുന്നത്. എത്ര പേർക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയും? കാരണം മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ പാപത്തിൽ ജനിച്ചവനാണ്. മനുഷ്യന്റെ ബലഹീനതകളിൽ പലപ്പോഴും അവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ന്യായം വിധിക്കുകയാണെങ്കിൽ, നീ പാപത്തിന് പരിഹാരം വരുത്താതെ ന്യായം വിധിക്കുകയാണെങ്കിൽ നിന്റെ മുമ്പിൽ എത്ര പേർക്ക് നിവർന്നു നിൽക്കാൻ കഴിയും? മറ്റുള്ളവരുടെ മുമ്പിൽ നാം അഭിനയിച്ചാലും, നീതിമാനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും, കർത്താവേ നിന്റെ മുമ്പാകെ വരുമ്പോൾ എന്റെ നീതി എവിടെ പോകും? എന്റെ കാപട്യം നീങ്ങിപ്പോകുന്ന സമയത്ത് നീ നീതിയോടെ ന്യായം വിധിക്കുമ്പോൾ ഞാൻ എന്താവും എന്റെ അവസ്ഥ? അത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. അപ്പോൾ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസത്തെ തീരുമാനിച്ചിരിക്കുന്നു. ആ പുത്രനിലൂടെ രക്ഷ പ്രാപിച്ചവരെല്ലാം ഈ ന്യായവിധി സിംഹാസനത്തിന് മുമ്പാകെ വരും. അവർക്കും ഒഴിവൊഴിവില്ല. കാരണം ജാതികളെ ന്യായം വിധിക്കും, നമ്മയും ന്യായം വിധിക്കും, നമ്മയും ന്യായം വിധിക്കും, ജാതികളെ ന്യായം വിധിക്കും. മനസ്സിലായോ? ഓരോരുത്തരും അവനവൻ ചെയ്തതിന്റെ തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരുടെയും പ്രവർത്തിക്ക് മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവൻ അത് ന്യായവിധി തക്ക സമയത്ത് നടത്തും. യേശു ക്രിസ്തു പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 22-ാമത്തെ വാക്യം. യോഹന്നാൻ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രൻ ആ അധികാരം പ്രയോഗിച്ച് ഭൂമിയിൽ വന്നിട്ട് ന്യായം വിധിക്കാനല്ല പുത്രൻ ശ്രമിച്ചത്, ന്യായവിധിയിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാനാണ് പുത്രൻ ശ്രമിച്ചത്. നിങ്ങൾ നശിച്ചു പോകുന്നതിൽ ദൈവത്തിന് താല്പര്യമില്ല, നിങ്ങളുടെ രക്ഷയാണ് ദൈവത്തിന് താല്പര്യമെന്ന് അറിയിച്ചുകൊണ്ട് അവൻ ഭൂമിയിൽ ന്യായവിധിയെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ നീതിയെക്കുറിച്ചും അവൻ മാനവജാതിയോട് അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴിതാ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോരുത്തന്റെയും പ്രവൃത്തിക്ക് മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ, നമ്മെ ന്യായം വിധിക്കുന്നവനെ, ന്യായം വിധിക്കുവാൻ നിയമിക്കപ്പെട്ടവൻ ദൈവം കർത്താവ്, ആ കർത്താവിനെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ചാൻസ് കിട്ടിയെങ്കിൽ, ആ പുത്രത്വത്തിന്റെ സ്ഥാനം നമുക്ക് നൽകിക്കൊണ്ട് ആ പിതൃഹൃദയം നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ, നമ്മെ രക്ഷിക്കാനായിട്ട് വെമ്പുന്ന, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ആ പിതൃഹൃദയം ആ ദൈവത്തിലുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ കർത്താവ് എന്താ വിളിച്ചേ? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ. ദൈവമേ എന്ന് വിളിക്കാനല്ല, കർത്താവേ എന്ന് വിളിക്കാനല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കണ്ടോ, ആ അപ്പൻ മകൻ അല്ലെങ്കിൽ പിതാവ് പുത്രൻ എന്ന ആ ബന്ധത്തിലേക്ക് നമ്മൾ നടത്തിയത് കണ്ടോ ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെ പിതൃപുത്ര ബന്ധത്തിലേക്ക് നമ്മെ നടത്തിയ സ്നേഹം മനസ്സിലാക്കിയവർക്ക് ഈ പിതാവിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയാതിരിക്കും. സർവശക്തനായ ദൈവം, ഈ അഖിലാണ്ടത്തെയും മുഴുവൻ ചമച്ചവൻ, സകലത്തിന്റെ മേൽ അധികാരമുള്ളവൻ, സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും തന്റെ ഇഷ്ടം കൊണ്ട് ഭരിക്കുന്നവൻ, സകലത്തെയും ന്യായം വിധിക്കുവാൻ, സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ കഴിവുള്ളവൻ പരിശുദ്ധനായ കർത്താവ്, ആ ന്യായവിധിയിൽ നമ്മെ രക്ഷിക്കുവാൻ പുത്രത്വം നൽകി, ദൈവരാജ്യത്തിന്റെ അവകാശം നൽകി, ആ ദൈവഭവനത്തിലൊരു അംഗമായി നമ്മെ തീർത്തെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ. ഇപ്പോ യേശു ക്രിസ്തു എന്താണ്? കരുണാമയനാണ്, സ്നേഹമയനാണ്, മനസ്സലിവുള്ളവനാണ്. ഓക്കെ, അതിപ്പോൾ ഈ കൃപായുഗത്തിലൊക്കെ. പക്ഷേ അവിടെ ന്യായം വിധിക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അവൻ ന്യായം വിധിക്കുക. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് കളിയാ, നമ്മെ രക്ഷിക്കുവാൻ. നമ്മൾ തെറ്റ് ചെയ്താൽ, നമ്മൾ പാപം ചെയ്താൽ എന്നെ രക്ഷിക്കുവാൻ എൻ്റെ കർത്താവുണ്ട്. കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ മതി. അവൻ നമ്മുടെ സകല പാപത്തെയും പോക്കി, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തന് നീതിമാനാകുന്നു. ഇപ്പോൾ എന്നാൽ ഒരു ന്യായം വിധിക്കുവാനായിട്ട് ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ആ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഈ വക വിട്ടുവീഴ്ച ഒന്നും ദൈവത്തിൽ നിന്നുണ്ടാകില്ല. ആരും പ്രതീക്ഷിക്കണ്ട. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ രക്ഷ അനുഭവിക്കേണ്ട, ഈ രക്ഷ കരസ്ഥമാക്കേണ്ട ദിവസങ്ങളിൽ അത് കരസ്ഥമാക്കിയില്ലെങ്കിൽ, അത് കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ആത്മാവ് ദുഃഖിക്കേണ്ടി വരും. ആ നിത്യ നരക ശിക്ഷാവിധിയിലേക്ക് ഭയപ്പെടുത്തുകയല്ല, ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ നിങ്ങൾ നടത്തണമെന്ന് ആഗ്രഹം. ആ നിത്യ ശിക്ഷാവിധിയിലേക്ക് നാം വലിച്ചെറിയപ്പെടുന്നതിന് മുമ്പ് ഓർത്തുകൊള്ളുക, അങ്ങനെ ഒരു ന്യായവിധിയും ശിക്ഷാവിധിയും ഉണ്ടാകുന്നതിന് മുമ്പ്, ആ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന് മുമ്പ് ഒരു പിതാവിന്റെ സ്നേഹം തന്നവൻ, നമ്മോട് മനസ്സലിഞ്ഞവൻ, കരുണാമയൻ, നല്ലവനായ കർത്താവ് നമ്മൾ അന്വേഷിച്ചാൽ, ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും. നമ്മെ തേടി വന്ന് ഇപ്പോഴും ഈ ദിവസങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, ആ ന്യായവിധിക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും നമ്മുടെ രൂപാന്തരത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്നും വിളിച്ചാൽ അവൻ വരാൻ തയ്യാറാ. നമ്മുടെ ബലഹീനതകളിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക്,
നാം അതിജീവിക്കുവാൻ പറ്റാത്ത പ്രതിസന്ധികളിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ സമാധാനത്തോടെ നടത്തുമെന്ന് അവൻ സർവശക്തനാണ്. അവന്റെ സാന്നിധ്യം തന്നവൻ നമ്മെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ഓർത്തുകൊള്ളുക, ഇത്രയും വലിയൊരു സ്നേഹം, നമ്മ അർഹിക്കപ്പെടാത്ത സ്നേഹം കോരിച്ചൊരിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ മാറ്റം വരാത്തത്? എന്തുകൊണ്ടാണ് നമ്മളിൽ രൂപാന്തരം വരാത്തത്? പ്രിയപ്പെട്ടവരെ, ഭയപ്പെടണം. ഈ സ്വസ്ഥത, ദൈവം നൽകുന്ന സ്വസ്ഥത, ദൈവം നൽകുന്ന നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഓർത്ത് ഭയപ്പെടണം. നാം ഭയപ്പെടണം തീർച്ചയായും. എബ്രായ ലേഖനത്തിലാണ് അത് വാക്യമെന്ന് തോന്നുന്നു, നോക്കട്ടെ. 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ദൈവം ഭയപ്പെടണ്ട എന്ന് 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഭയപ്പെടാനും കൂടി പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അവൻ കരുണാമയനാണ്, സ്നേഹവാനാണ്, നമ്മെ രക്ഷിപ്പാൻ തക്കോണം അവൻ സന്നദ്ധനാണ്. എന്നിരിക്കെ തന്നെ നീതിയിൽ ന്യായം വിധിക്കുമ്പോൾ ഈ വക ഒഴിവുകൾ അവന്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ ആഴ്ചയിലും ഒരാഴ്ചത്തെ ജീവിതമൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച സഭായോഗത്തിന് വരുമ്പോൾ പ്രാരംഭമായി ജോസഫ് ഇവിടുന്ന് ആഹ്വാനം ചെയ്യും. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ എന്തെങ്കിലും നമ്മൾ തെറ്റുകുറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നിരപ്പാകാം, അവനോട് മാപ്പ് ഉപേക്ഷിക്കാം, തീർച്ചയായും നമ്മെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയൊരു ഞായറാഴ്ച നമ്മുടെ മുമ്പിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ നമ്മളത് എന്ത് ചെയ്യും? കുർബാനയും കുമ്പസാരവും നടത്തി വരുന്നത് പോലെ എല്ലാ ആഴ്ചയിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ആഴ്ച ചെയ്ത തെറ്റ് നമ്മൾ അടുത്ത ആഴ്ച ചെയ്യണത്. അപ്പൊ ഒരേ തെറ്റിന് തന്നെ വീണ്ടും വീണ്ടും ദൈവത്തിനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക, മാപ്പിനോണ്ടിരിക്കുക. അത് ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം വേണ്ട. ഇനി നാളുകളേറെയില്ല നമുക്ക് ഒരുങ്ങാൻ കർത്താവിന്റെ വരവിന് വേണ്ടി, അവന്റെ നിത്യരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധികം സമയമില്ല. ഇപ്പോൾ തന്നെ ഒരുക്കണം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നാം ഒരുങ്ങണം, ഉണർന്നിരിക്കണം, ജാഗ്രതയോടെ ജീവിക്കണം. ഇനി അധികം സമയം നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. പ്രിയ ദൈവജനത്തോട്, ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ ആഹ്വാനം ചെയ്യുക, ഒരുങ്ങിയിരിക്കുക കർത്താവിന്റെ വരവിന് വേണ്ടി. നമുക്ക് കർത്താവിന്റെ വരവ് എത്രയേ ഉള്ളൂ. നമ്മുടെ സകല ദുഃഖങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുക്കും. അവന്റെ സന്തോഷ രാജ്യത്തിലേക്ക്. രോഗമില്ല, കഷ്ടതയില്ല, പട്ടിണിയില്ല, നാട്ടിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ഈ ഒരു വിചാര നല്ലത്. അങ്ങനെയാണെങ്കിൽ നല്ലത്. പക്ഷേ ഒരു ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കണമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ചൊരു ഭയവും ജാഗ്രതയും നമുക്കുണ്ടാകുന്നത്. ആശ്വാസത്തിനായി ആ വക കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഓക്കെ, ആശ്വാസമാണ്, സമാധാനമാണ്. ഈ ഭൂമിയിൽ നിന്നുള്ള കഷ്ടതയിലേക്ക് നമുക്കൊരു മോചനം ലഭിക്കും. പക്ഷേ നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ തീർച്ചയായും നാം ദൈവത്തെ ഭയപ്പെട്ടേ പറ്റൂ. പത്രോസ് പറയുന്ന ആരോടാണ് പത്രോസ് പറയുന്നത്? 1-ാമത്തെ അധ്യായം എടുക്കാം. 1 പത്രോസ് 1 ലേഖനമാണല്ലോ ഒന്ന് വായിച്ചത്. അതിന്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പോന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിദുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും ലോകമെമ്പാടും ദൈവത്തിന്റെ ജനമുണ്ട്. ക്രിസ്തുയേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്നുണ്ട്. ഇവർക്കൊക്കെയും ഒരുമിച്ച് കൂടി വരുവാൻ പ്രത്യേക രാജ്യമോ ഒരു വിശുദ്ധ സ്ഥലമോ ഇന്ന് ദൈവത്തിന്റെ ബൈബിളിൽ, ദൈവത്തിന്റെ വചനത്തിൽ ഇല്ല. ജെറുസലേമാണ് പുണ്യസ്ഥലം എന്നുള്ള ജെറുസലേമിലേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലത്തും പുണ്യസ്ഥലം എന്ന് കരുതി അവിടെ ഒരുമിച്ച് കൂടുന്നവരുണ്ട്. ഓർത്തുകൊള്ളുക, ലോകത്തിലെമ്പാടുമുള്ള ദൈവമക്കൾ ഒരുമിച്ച് കൂടിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇവിടെയല്ല, അത് സ്വർഗരാജ്യത്തില. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം നമുക്ക് വേണ്ടി നീക്കി വെക്കപ്പെട്ടിട്ടില്ല. ഒരു സ്ഥലവും ഇവിടെ പുണ്യമല്ല. ദൈവവചനം അത് ഉദ്ഘോഷിക്കുന്നില്ല, അതിനെപ്പറ്റി പഠിപ്പിക്കുന്നില്ല.
ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമെന്ന് പറഞ്ഞ കർത്താവ് സ്വർഗരാജ്യത്തിലാണ് അതുവായിട്ടുള്ള ഒരു സമൂഹത്തിന് ഇട നൽകുന്നത്. സ്വർഗരാജ്യം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ വാസം. ആ പുതിയ ജെറുസലേം, പുതിയ ആകാശവും പുതിയ ഭൂമിയും പുത്തനാം യെരൂശലേമിലാണ് ഇന്നത്തെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടാനുള്ള സ്ഥലം. അപ്പൊ നമ്മളിവിടെ ആരാ? ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മൾ ആരാ? പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസിയിലും ബിദുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും. അപ്പൊ അവരുടെ സ്വന്തം സ്ഥലം എവിടെയാണ്? ജെറുസലേമിലാ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജെറുസലേമിലാണ്. പക്ഷെ നിങ്ങൾ ജെറുസലേമിലല്ല, വിവിധ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾ പരദേശികളാണ്, പ്രവാസികളാണ്. എന്നിരിക്കെ നിങ്ങൾ എവിടെ, ഏത് രാജ്യത്ത് താമസിച്ചാലും, എവിടെ പ്രവാസികളായും പരദേശികളായി കഴിഞ്ഞാലും നിങ്ങൾക്കൊരൊറ്റ നിയമമേ ഉള്ളൂ, ഒരൊറ്റ നാഥനേ ഉള്ളൂ, ഒരൊറ്റ വീണ്ടെടുപ്പുകാരനേ ഉള്ളൂ, ഒരൊറ്റ പുണ്യസ്ഥലമേ ഉള്ളൂ. ഓ സ്വർഗമാണ്. എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രവാസികളാണ്. നാം ഇവിടെ പ്രവാസികളാണ്, നമ്മളിവിടെ പരദേശികളാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്റെ സ്വന്തമായ അഡ്രസ്സുള്ള പുല്ലൂരാ. ആ പുല്ലൂരേക്ക് എങ്ങനെയാ പരദേശമാവണത്? ആ പുല്ലൂരേക്ക് എങ്ങനെ പരദേശമാവണത്? അവിടെ ഞാൻ എങ്ങനെ പ്രവാസിയാകുന്നത്? എന്റെ സ്വന്തം സ്ഥലമല്ലേ, എന്റെ അഡ്രസ് അവിടെയല്ലേ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഞാൻ അവിടെ പരദേശിയായി? വളരെ ഞാൻ 10 വർഷത്തോളം വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. 5-10 വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഓരോ വീട്ടിൽ നിന്ന് കെട്ടിപ്പറിക്കും. അപ്പൊ അവിടെ എത്തുമ്പോൾ, ഒരു സ്ഥലത്ത്, പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ ഭയങ്കര അവജ്ഞയോട് നോക്കുക. വാടകയ്ക്ക് താമസിക്കുന്നവരെ പ്രത്യേക റെസ്പെക്ട് ഒന്നും അവർ തരില്ല. സ്വന്തമായി സ്ഥലം മേടിച്ച് നല്ലൊരു വീടൊക്കെ പണിത് വാഹനമൊക്കെ ഉണ്ട്, സ്വന്തമായി നല്ലൊരു മാന്യമായി ജീവിതം നയിക്കണമെന്ന് അനേകരും നമ്മെ സ്വീകരിക്കും. പക്ഷെ വാടകയ്ക്കാണ് കെട്ടിപ്പറിക്കും. ഇങ്ങനെ ഒരു ഗതി പരഗതി ഇല്ലാത്തവരാണ് ഇങ്ങനെ വന്ന് താമസിക്കുന്നെങ്കിൽ വലിയ സ്വീകാര്യമൊന്നും ആ നാട്ടുകാർ തരില്ല. ആ അവജ്ഞ ശരിക്കും അനുഭവിച്ചവനാണ് ഞാൻ. ഒരു കല്യാണം ഉണ്ടെങ്കിൽ ക്ഷണിക്കുവോ? വാടകയ്ക്ക് താമസിക്കുന്നവർ ഒഴിവാക്കും. അവരെ കല്യാണം ക്ഷണിക്കില്ല. അടുത്തൊരു വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അവർ വാടകക്കാരൻ ഇന്നലെ നാളെ ഇവിടുന്ന് പോണവരാ. അപ്പൊ അവരെ മൈൻഡ് ചെയ്യില്ല. ആ സ്ഥാനത്ത് ആ നാട്ടുകാർ തന്നെയാണെങ്കിൽ അകലെ പോയി താമസിക്കുന്നവരാണെങ്കിലും അവർ വിളിക്കും. പക്ഷെ സ്വന്തം തൊട്ടടുത്ത് കിടക്കുന്ന വാടകക്കാരെ വിളിക്കില്ല. എന്തുകൊണ്ടാ? അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകേണ്ടവരാ. അതുകൊണ്ട് തന്നെ ആ ഒരു വിചാരം കൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഏതേലും നാട്ടിൽ താമസിച്ചാൽ ഞങ്ങൾ സ്വന്തം നാടല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് കെട്ടിപ്പറക്കി പോകേണ്ടവരാ, ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്നും കെട്ടിപ്പറക്കി പോകേണ്ടവരാ എന്നുള്ള സ്ഥിതിയിൽ തന്നെയാണ് ഞങ്ങളും ആ നാടിനെ കാണാറ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്വീകരണം അല്ലെങ്കിൽ ഒരു സ്വീകാര്യത നമുക്ക് ആ നാട്ടുകാരിൽ നിന്ന് കിട്ടുന്നില്ല. ഇത് ആത്മീയമായ തലത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആത്മീയമായ തലത്തിലേക്ക് ഇപ്പൊ നമ്മളിവിടെ പ്രവാസികളാ എന്നാണ് ദൈവത്തിന്റെ വചനം പറയും. നമ്മൾ പ്രവാസികളാണ്, പരദേശികളാണ്. നമ്മുടെ സ്വന്തം സ്ഥലം സ്വർഗമാണ്. നമ്മുടെ സ്വന്തം സ്ഥലം സ്വർഗമാണ് എന്നുള്ള നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കൂട്ടിപ്പെറുക്കി ഒരുക്കി കൂട്ടി വയ്ക്കുന്നതും നമ്മളിവിടെ സ്ഥാപിച്ചെടുക്കുന്നതും നമ്മുടേതെന്ന് സ്വന്തമാക്കി അവകാശപ്പെടുന്നതുമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രവാസിയുടെയും പരദേശിയുടെയും മനസ്സോട് കൂടിയിട്ടാണോ ഇടപെടുന്നത്? നമ്മുടെ സ്വന്തം പാർപ്പുകൂടെയല്ല. നമുക്കൊരു കൂടാരമുണ്ട്, നമുക്കൊരു സ്വന്തം സ്ഥലമുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനപ്പെട്ടതുമായ ഒരു പട്ടണം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ആ ചിന്തയൊന്നും നമുക്കില്ല. നമുക്കത് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മളിവിടെ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പൊക്കുവാനായിട്ടും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ ഈ സ്വന്തം ദേശക്കാരാണെന്ന്, പരദേശികളാണെന്ന് നമ്മൾ തെളിയിക്കുന്നില്ല. അബ്രഹാം വാഗ്ദത്ത ദേശത്തേക്ക് വിളിക്കപ്പെട്ടാറേ അവൻ തനിക്ക് വാഗ്ദത്തമായി ലഭിച്ച കാനാൻ ദേശത്ത് ഒരു പരദേശി എന്ന പോലെ അവൻ താമസിച്ചു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുവാൻ തയ്യാറെടുപ്പുള്ളവനെ പോലെ ഒരു കൂടാരങ്ങളിലാണ് അവൻ പാർത്തത്. കൂടാരം തന്നെ വെറുതെ 2 ഷീറ്റ് മേടിച്ച് ഇങ്ങനെ കെട്ടുന്നതല്ല. എത്രയോ ദാസന്മാരും എത്രയോ ആടുമാടുകളും എന്തെല്ലാം സന്നാഹങ്ങളായിരുന്നു അബ്രഹാമിന്. പക്ഷെ അബ്രഹാം ഒരു സ്ഥലത്തും അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. അവന് ദൈവം ഒരു ദർശനം കൊടുത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനപ്പെട്ടതുമായ ഒരു പട്ടണം അവന് ദർശനത്തിൽ ദൈവം കാണിച്ചു കൊടുത്തിരുന്നു. സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം
9ഉം 10ഉം വാക്യങ്ങൾ. എബ്രായ ലേഖനം 11-ാം അധ്യായം 9ഉം 10ഉം വാക്യം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, കാരണം ദൈവം കൊടുക്കും, ദൈവം അബ്രാഹാമിന് അവകാശമായി കൊടുക്കാന്ന് പറഞ്ഞ ഭൂമി തന്നെയാണ്. വാഗ്ദത്തമായി കൊടുത്ത് ദൈവം കൊടുത്ത, വേറെ ആരും എഴുതി കൊടുത്തതല്ല, ദൈവം അവന് തീരുമാനിച്ചു കൊടുത്തത്. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ ദേശം, തരാന്ന് പറഞ്ഞ ദേശം അബ്രാഹാമേ നീ എടുത്തോ, ദൈവമാണ് അതിന്റെ അധികാരി, നീ എടുത്തോ എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് ചെന്ന് കാനാൻ ദേശത്ത് ചെന്ന് താമസിക്കുമ്പോഴും വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന്, എനിക്ക് ഇനി ഇവിടെ സ്ഥിരം, എനിക്കിവിടെ നീ നിത്യം കൂടാരം അടിച്ച് അല്ലെങ്കിൽ നിത്യമായി ഇവിടെ താമസിക്കും, എൻ്റെ കാലൊക്കെ കഴിഞ്ഞ് ഇവിടെ വരെ കൂടാം എന്ന് പറഞ്ഞ് അവൻ ഒതുങ്ങുകയല്ല അവൻ ചെയ്തത്. ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എവിടെ? വാഗ്ദത്ത ദേശത്ത്. നമ്മളിന്ന് താമസിക്കുന്ന നാട് നമ്മുടെ സ്വന്തമാണ്, വീട് നമ്മുടെ സ്വന്തമാണ്. പക്ഷെ നമ്മുടെ മനസ്സ് എവിടെയാ? നമ്മുടെ നിക്ഷേപം എവിടെയാ? എനിക്ക് സ്ഥലത്ത്, എനിക്ക് സ്വന്തമായുള്ള ഭവനത്തില്, എൻ്റെ പേരിലുള്ള ബാങ്കിൽ എൻ്റെ പേരിൽ അക്കൗണ്ട്, അവിടെയാണ് നമ്മുടെ മനസ്സ്. എൻ്റെ നിക്ഷേപം എവിടെയാണ്? അവിടെയായിരിക്കും എൻ്റെ മനസ്സും. ഞാൻ ഈ ഭൂമിയിൽ നിക്ഷേപിക്കുന്നത് എൻ്റെ ഹൃദയം ഇവിടെ ആയതുകൊണ്ടാണ്. ഭൂമിയിൽ നിക്ഷേപമില്ലെങ്കിൽ കാര്യമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം ഒക്കെ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധ, ഞാനിവിടെ പണിയെടുക്കുമ്പോഴും, ഞാനിവിടെ ഒരു രൂപ സമ്പാദിക്കുമ്പോഴും, ഞാനിവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനപ്പെട്ടതുമായ എൻ്റെ ശാശ്വതമായ ജീവിതം. കോടാനുകോടി വർഷങ്ങളോളം എനിക്കിവിടെ ഈ ഭൂമിയിൽ ഏറി വന്നാൽ എത്ര വർഷം ജീവിക്കാൻ പറ്റും? ഏറി വന്ന 80, അതിനിപ്പോ ദൈവം തീരുമാനിക്കുന്ന 100, 110 എത്ര ആയിക്കോട്ടെ, പക്ഷെ അതുവരെയല്ലേ എനിക്ക് പറ്റുള്ളൂ. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് കോടി വർഷങ്ങൾ എനിക്ക് ദൈവത്തോടുകൂടെ താമസിക്കാൻ പറ്റും, ദൈവത്തോടുകൂടെ പാർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ ഭൂമിയിലുള്ള വസ്തുവകകളിലോ എനിക്ക് സ്വന്തമെന്ന് അവകാശപ്പെടുന്നതിലോ ആയിരിക്കണോ? അല്ല, എനിക്ക് ദൈവം നിർമ്മിച്ചിരിക്കുന്ന, എനിക്കായി നിർമ്മിച്ചിരിക്കുന്ന, എനിക്കും കൂടി വേണ്ടി പണിതിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ എത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ശ്രദ്ധ സ്വർഗത്തിലേക്ക് കേന്ദ്രീകരിക്കണം. സ്വന്തമായ വീടാണെങ്കിലും, സ്വന്തം സ്ഥലത്താണെങ്കിലും, ജന്മസ്ഥലത്താണെങ്കിലും എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ നാട്ടിലല്ല, സ്വർഗീയ നാട്ടിലായിരിക്കണം എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വാഗ്ദത്തത്തിന് അവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അപ്പൊ ഇവിടെ യാക്കോബ് ഉണ്ടായേ? അബ്രഹാം ഉള്ളപ്പോ യാക്കോബ് ഉണ്ടോ? അബ്രഹാം ഉള്ളപ്പോ യാക്കോബ് ഉണ്ടോ? ഇസ്ഹാക്കല്ലല്ലോ. ഇസ്ഹാക്കല്ലല്ലോ. അബ്രഹാമിന്റെ മരണശേഷമല്ലേ യാക്കോബ് ജനിച്ചത്. അപ്പൊ എന്താ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ എന്ന് പറഞ്ഞത്? അബ്രഹാം ഇസ്ഹാക്കിനോട് പറയാറുണ്ടായിരുന്നു, ദൈവം നമുക്ക് തന്നത് ഈ ഭൂമി തന്നിട്ടുണ്ടെങ്കിലും, നമുക്ക് താമസിക്കാൻ തന്നിട്ടുണ്ടെങ്കിലും, പ്രിയപ്പെട്ട മകനെ, നമ്മുടെ ശാശ്വതമായ വാസം എവിടെയല്ല, സ്വർഗത്തിൽ ദൈവം നമുക്കായി ഒരു പട്ടണം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അവൻ ഇസ്ഹാക്കിന് കൈമാറി. എന്നിട്ട് പറഞ്ഞു, നീയും നിന്റെ മക്കളോട് പറയണം, ഇതല്ല നമ്മുടെ, ഇവിടെയല്ല ശാശ്വതമായ വാസം ഇരിക്കുന്നത്. ശാശ്വതമായ വാസം ഇരിക്കുന്നത് ദൈവം നമുക്ക് ഒരുക്കിയ സ്ഥലത്താണ്. സ്തോത്രം. അതുകൊണ്ട് യാക്കോബിൽ നിന്നും അബ്രഹാമിൽ നിന്നും ഇസ്ഹാക്കിലേക്ക് പകർത്തപ്പെട്ട, ഇസ്ഹാക്കിൽ നിന്നും യാക്കോബിലേക്ക് പകർത്തപ്പെട്ട, അങ്ങനെ പരമ്പരയായി അവർ കാത്തിരുന്നു. തങ്ങളുടെ മക്കൾക്ക് ആ ആശയം കൈമാറി, ആ പ്രത്യാശ കൈമാറി അവർ കാത്തിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച ആ വാഗ്ദത്തം തലമുറകളിലൂടെ അവർ കാത്തിരുന്നത്. ഇങ്ങനെ കാത്തിരുന്ന 12-ാമത്തെ വാക്യം, 11-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഇവരെല്ലാവരും അതുകൊണ്ട് 13-ാമത്തെ വാക്യം, 11-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞും കൊണ്ട്, ഭൂമിയിൽ അന്യരും പരദേശികളും ഏറ്റു പറയാണ്, മക്കളോട് അറിയിക്കുക,
ആരെങ്കിലും ഇത് നിന്റെ അല്ലടാ, നിനക്ക് അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ പറയുമ്പോൾ പറയാൻ കഴിയണം, എൻ്റെ ശാശ്വതമായ ജീവിതം ഈ ഭൂമിയിലല്ല, എനിക്കിന്നത് നഷ്ടപ്പെട്ടാലും എനിക്ക് തിരികെ തരുവാൻ ഒരു ദൈവമുണ്ട്, അത് ഇവിടെ വെച്ചല്ല, എനിക്ക് സ്വർഗത്തിൽ വെച്ചത് തിരികെ കിട്ടും എന്ന് പറയുവാൻ ഒരു ധൈര്യം വേണം. അതൊരു വിചാരം നമുക്കുണ്ടോ? നമ്മള് ശാശ്വതമായ ജീവിതം ഇവിടെയല്ല എന്നൊരു വിചാരം ആർക്കെങ്കിലും ഉണ്ടോ? മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നല്ലൊരു മാതൃകാ ജീവിതം നയിക്കുവാൻ തയ്യാറാകണം. അപ്പൊ മക്കൾ ചോദിക്കും, അപ്പ നമ്മുടെ ജീവിതം ശാശ്വതമായ ജീവിതം ഇവിടെയല്ല, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ എന്താ? മക്കൾ ചോദിക്കേണ്ടത് വരരുത്. അപ്പനമ്മയും ഈ ചെയ്ത് കൂട്ടുന്നത് എന്താ എന്ന് മക്കൾക്ക് നല്ല മാതൃക കൊടുത്തിട്ട് വേണം ആ രാജ്യത്തിനായി കാത്തിരിക്കാൻ. അബ്രഹാം ഇസ്ഹാക്കിന് കൈമാറി, ഇസ്ഹാക്ക് യാക്കോബിന് കൈമാറപ്പെട്ടതുപോലെ മക്കളെ, ദൈവം വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ഇന്ന് എന്നിൽ നിന്ന് ആ കേട്ട അറിഞ്ഞ ആ നിത്യജീവനെ കുറിച്ച് നിങ്ങളും നിങ്ങളുടെ തലമുറകൾക്ക് കൈമാറണം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സകല മാനവജാതിയെ കുറിച്ചുള്ള പദ്ധതിയിൽ നമ്മളും ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിത്യജീവനിലേക്ക് നടത്തണം, നിത്യജീവനിലേക്ക് വളർത്തണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അങ്ങനെ ചെയ്യണം. ഇതല്ല, ഇത് നമ്മുടെ പ്ലാനും പദ്ധതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ പറയും, അയ്യോ എന്തിട്ട് പരദേശികളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട് എവിടെയെന്ന് പറഞ്ഞ്, നിങ്ങളാണ് സ്വർഗത്തിനായി കാത്തിരിക്കുന്നവർ, നിങ്ങളാണ് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കപ്പെടുവാനിടയാവും. അതുകൊണ്ടാ പറയുന്നത്, നമ്മുടെ ശ്രദ്ധ ഇവിടെ കേന്ദ്രീകരിക്കരുത്. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടേണ്ടത് സ്വർഗരാജ്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലുമായി ദൈവമക്കൾ ചിതറി പാർക്കുന്നുണ്ടെങ്കിലും ഒരുമിച്ച് കൂട്ടിവരുത്തപ്പെടേണ്ട ഒരു സമയം വരും, ഒരു ദിവസം വരും. ആ ദിവസത്തിൽ വിശുദ്ധ ജനത്തോടുകൂടെ, സ്വർഗീയമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ജനത്തോടുകൂടെ നാമും കാണപ്പെടണമെങ്കിൽ, നമ്മുടെ മനസ്സിവിടെ കുറ്റിയടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിവിടെ എന്തെങ്കിലും വസ്തുവകകളിലോ എന്തെങ്കിലും അവകാശങ്ങളിലോ കുറ്റിയടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വലിച്ചെറിയണം, അതിൽ നിന്ന് വലിച്ചെടുക്കണം, ഊരിയെടുക്കണം. എങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് ഈ സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാനിടയാകുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കുറ്റിയടിക്കപ്പെട്ടവരായി ഈ ലോകത്തോടുകൂടെ, ഈ ലോകം നശിക്കുമ്പോൾ ഈ ലോകത്തോടുകൂടെ നശിക്കുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടി, ഇന്ന് ഒരു സന്ദേശം കൂടി കൈമാറാനുണ്ട്. 1 പത്രോസിന്റെ 1-ാം ലേഖനം തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യമാണ്. 2-ാം അധ്യായം, 1 പത്രോസ് 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. പ്രവാസികളും പരദേശികളും എന്ന നിലയിൽ പല സ്ഥലങ്ങളിലായി ചിതറിക്കപ്പെട്ട, പല സ്ഥലങ്ങളിലായി പാർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പത്രോസ് നൽകുന്ന സന്ദേശം എന്താണ്? പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പൊ ജഡമോഹങ്ങൾ, ജഡത്തിന്റെ പ്രവർത്തികൾ ഒരു പോരാട്ടം നടത്തുന്നുണ്ട്. ആരോടാണ് പോരാടുന്നത്? പിശാചിനോടല്ല, ദൈവത്തോടല്ല പോരാടുന്നത്, അത് നമ്മോട് തന്നെയാണ് പോരാടുന്നത്. ജഡത്തിന്റെ മോഹങ്ങളെ വിട്ടകന്ന്. പ്രവാസികളും പരദേശികളുമാണ് നമ്മളെ സംബന്ധിച്ചല്ലോ ഈ ഭൂമിയിലല്ല നമ്മുടെ ശാശ്വതമായ ഭവനം എന്ന് ദൈവത്തിന് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അത്രമാത്രം പറഞ്ഞ് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരായി. മനുഷ്യൻ ഒരു ആത്മജീവിയാണ്. കന്നുകാലികളെ പോലെ, മൃഗങ്ങളെ പോലെ, പക്ഷി മറ്റ് ജീവികളെ പോലെ തിന്നുക, കുടിക്കുക, കിടന്നുറങ്ങുക, ഉൽപാദനം നടത്തുക, അതായത് പിൻതലമുറയ്ക്ക് ജന്മം കൊടുക്കുക എന്നുള്ള പണി മാത്രമല്ല മനുഷ്യനുള്ളത്. മനുഷ്യൻ മൃഗങ്ങളെ പോലെയല്ല. മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യനിലേക്ക്, മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച് അവനിലേക്ക് അവൻ ജീവശ്വാസം ഊതി അവൻ ഒരു ആത്മീയ ജീവിയാണ്. മനസ്സിലായോ? ഇല്ലാന്ന് തോന്നുന്നു.
മനുഷ്യനൊരു ആത്മീയ ജീവിയാണെന്ന്, മനുഷ്യന് മാത്രമേ ആത്മാവ് ഉള്ളൂ എന്ന്. അത് ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള പകർച്ചയാ. ദൈവം തന്റെ ആത്മാവിനെയാണ് ജീവശ്വാസത്തിലൂടെ നമ്മിലേക്ക് ഊതിയത്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവുണ്ടല്ലോ, നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെയാ. അതുകൊണ്ട് തന്നെ നാമും നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ അവകാശമാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ അവകാശമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആത്മജീവിയാണ്. പക്ഷെ ഈ ആത്മജീവിയായ മനുഷ്യന് വസിക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് ഒരു ഇടം വേണ്ട. അതിനാണ് നമ്മുടെ ഈ ശരീരം. ആത്മജീവിയായ മനുഷ്യന് ഈ ഭൂമിയിൽ ചില പ്രവർത്തികൾ ചെയ്യുവാൻ ആവശ്യമായിട്ട് ദൈവം ഒരുക്കി തന്നതാണ് ഈ ശരീരം. നമ്മൾ കഴിഞ്ഞ ശുശ്രൂഷ കേട്ടല്ലോ, ദൈവമേ പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു, ഒരു ശരീരം എനിക്കായി സജ്ജമാക്കിയിരിക്കുന്നുവല്ലോ, ഒരു ശരീരം എനിക്കായി. വായിച്ചിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മറന്നോ? എബ്രായ ലേഖനം എടുക്കാം. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിലും നോക്കട്ടെ. ഒരു ശരീരം 10-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ആർക്ക്? തന്റെ പുത്രന് വേണ്ടി ഒരു ശരീരം ഒരുക്കി. അതാണ് കന്യകയായ മറിയത്തിലൂടെ അവൻ പുറത്തു വരാൻ കാരണം. ഒരു ശരീരം അവന് വേണ്ടി ഒരുക്കപ്പെട്ടതുകൊണ്ടാണ്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ആത്മജീവിയെ നമ്മള് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ശരീരത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് വസിക്കുവാനായിട്ട്, നമ്മിലുള്ള ആത്മാവിന് വസിക്കാനായിട്ടൊരു ശരീരമാണ്, ബോഡി വേണം. അപ്പൊ ഈ ബോഡിയിലാണ് നാം ഇരിക്കുന്നത്. പക്ഷെ ഈ ബോഡിക്ക് അതിൻ്റെതായിട്ടുള്ള ചില മോഹങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ഇച്ഛകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇവിടെ എന്താ പറയുന്നത് പത്രോസ്? ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പൊ ഇങ്ങനെ ജഡമോഹങ്ങളെ വിടുക. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുമ്പോഴല്ലേ, ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴല്ലേ ഇതൊക്കെ വിടേണ്ടത്? അല്ല, നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ജഡിക മോഹങ്ങളെ അതിജീവിക്കണം, ജഡിക മോഹങ്ങളെ ഇല്ലായ്മ ചെയ്യണം. അപ്പോ നമ്മുടെ ശാശ്വതമായ ജീവിതം ഇവിടെയല്ല എന്ന് പഠിപ്പിക്കുന്ന പത്രോസ് പറയുകയാണ്, ജാതികളുടെ ഇടയിലാണ് നിങ്ങൾ താമസിക്കുന്നത്. ദൈവത്തെ അറിയാത്ത, ദൈവത്തെ തിരിച്ചറിയാത്ത, ഈ സ്വർഗരാജ്യവും ദൈവരാജ്യവും ദൈവിക നീതിയും ഒന്നും അറിയാത്ത ഈ ജാതിയുടെ ഇടയിലാണ് നിങ്ങൾ പാർക്കുന്നത്. എങ്കിലും നിങ്ങൾ ഒരു ആത്മജീവിയാണ്, ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങൾ വസിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന ആത്മാവാണ് മനുഷ്യന്റെ ആത്മാവ്. അതുകൊണ്ട് ആ ആത്മാവ് ജീവിക്കുന്ന, ആത്മാവ് വസിക്കുന്ന ബോഡി, ശരീരം. പരിശുദ്ധാത്മാവിന്റെ കാര്യം പറഞ്ഞ ദൈവം നമ്മുടെ ആത്മാവിനെ എന്ന് പറഞ്ഞ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ആ ആത്മാവ് വസിക്കുന്ന ഒരു ശരീരം. ഈ ശരീരത്തിന് ഇതിൻ്റെതായ മോഹങ്ങളുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഈ ദൈവ സൃഷ്ടിയിൽ അത് ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ ആദാം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവികമായ തേജസ് നഷ്ടപ്പെട്ടതുകൊണ്ട്, ആത്മീയതയ്ക്ക് കോട്ടം സംഭവിച്ചതുകൊണ്ട് നമ്മൾ ഉടലെടുത്ത ജഡിക മോഹങ്ങൾ, ജഡിക പ്രവണതകൾ, മാനവജാതിയിൽ ആദാമിലൂടെയും ഹവ്വയിലൂടെയും ഉടലെടുത്ത ജഡിക പ്രവണതകൾ, ജഡിക മോഹങ്ങൾ ഇന്നും മാനവജാതിയിൽ വസിക്കുന്നുണ്ട്. അപ്പന്റെ സ്വഭാവം, അപ്പന്റെ അമ്മയുടെ സ്വഭാവം നമുക്ക് ഉണ്ടാവില്ലേ? മക്കൾക്ക് ഉണ്ടാവില്ലേ? അപ്പന്റെ അമ്മയുടെ സ്വഭാവം മക്കൾക്കുണ്ടാകും. അപ്പൊ ആ സ്വഭാവത്തിൽ നിന്നൊക്കെയാണ് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ, എന്താ പറഞ്ഞ, വ്യർത്ഥവും പാരമ്പര്യം, പിതൃപാരമ്പര്യത്തിൽ നിന്ന് വ്യർത്ഥവും, എന്താ പറഞ്ഞത്? 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തില് 18-ാമത്തെ വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പൊ അപ്പന്റെ സ്വഭാവത്തിൽ നിന്നും, ആ തെറ്റായ സ്വഭാവത്തിൽ നിന്നും, അമ്മയുടെ തെറ്റായ സ്വഭാവ രീതിയിൽ നിന്നും നമ്മെ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക്, ദൈവമക്കളുടെ ആ സ്വഭാവ രീതിയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇനി അപ്പന്റെ അമ്മയുടെ സ്വഭാവം ജീവിതത്തിൽ വേണ്ട. നല്ല സ്വഭാവങ്ങൾ പകർത്തിക്കോ, അത് അപ്പന്റെ അമ്മയുടെ മാത്രമല്ല, വേറെ ആരുടെയും ഭാഗത്തുനിന്ന് പകർത്തിക്കോ. നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന സഹജീവികളിൽ നിന്ന് എന്തെങ്കിലും നല്ല സ്വഭാവം പകർത്താൻ പറ്റുക നല്ലതാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും നല്ല സ്വഭാവം പകർത്താൻ പറ്റും. പക്ഷെ അപ്പന്റെ അമ്മയുടെ ദുസ്വഭാവങ്ങൾ നമ്മിൽ വസിക്കുവാൻ പാടില്ല. കാരണം നാം വീണ്ടെടുക്കപ്പെട്ടത് അപ്പന്റെയും അമ്മയുടെയും രക്തത്താലല്ല. ആരിൽ നിന്നാണ്?
ദൈവത്തിൽ നിന്ന് ജനിച്ചവർ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എത്രയോ വീണ്ടെടുക്കപ്പെട്ടത്. നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വലിയേറെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, വീണ്ടും ജനിച്ചവർ എന്ത് ചെയ്യണം? അപ്പന്റെയും അമ്മയുടെയും തെറ്റായ സ്വഭാവങ്ങളെ ജീവിതത്തിൽ വെച്ച് പുലർത്താൻ പാടില്ല. അപ്പൻ പരദോഷണം പറഞ്ഞോട്ടെ, നീ പറയണ്ട. അമ്മ നുണ പറഞ്ഞോട്ടെ, നീ പറയണ്ട. അപ്പം വിശ്വാസിയാണല്ലോ, ആയിക്കോട്ടെ. അമ്മ വിശ്വാസിയാണല്ലോ, ആയിക്കോട്ടെ. ന്യായം വിധിക്കുമ്പോൾ അപ്പന്റെ അമ്മയുടെ ഒന്നും സപ്പോർട്ട് കിട്ടില്ല. അപ്പന്റെ അമ്മയുടെ ഒന്നും സപ്പോർട്ട് ന്യായം വിധിക്കുമ്പോൾ കിട്ടില്ല. നീ ചെയ്ത പ്രവൃത്തി ഓരോവൻ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്റെ ദൈവത്തിന്റെ ന്യായസ്ഥിരം നിൽക്കേണ്ടത്. അപ്പൻ ചെയ്ത പ്രവൃത്തിക്ക് മറുപടി അപ്പം കൊടുത്തോളൂ. എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റായ പ്രവൃത്തിക്ക് ഞാൻ മറുപടി കൊടുക്കണം ദൈവത്തോട്? വേണ്ട, ഞാൻ ചെയ്ത തെറ്റായ പ്രവൃത്തിക്ക് മറുപടി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അപ്പൻ എന്നെ സ്വഭാവക്കാരനായാലും അമ്മ എന്നെ സ്വഭാവക്കാരിയായാലും അവരുടെ ഒന്നും സ്വഭാവം എൻ്റെ ജീവിതത്തിൽ പകർത്താതെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകണം ഞാൻ നിൽക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ പകർത്തുക. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ലജ്ജിക്കാതെ നിൽക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പരദേശികളും പ്രവാസികളും എന്ന നിലയിൽ നിങ്ങൾ വിജാതിരുടെ ഇടയിൽ ജീവിക്കുകയാണ് എന്നതുകൊണ്ട് ജഡമോഹങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കണമെന്ന് പറയുകയാണ്. 11-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചോട്ടെ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദൂഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ ജഡമോഹങ്ങളെയും തെറ്റായ പ്രവണതകളെയും നമ്മൾ വിട്ട് നമ്മൾ നല്ലൊരു മനുഷ്യരാകാൻ തീരുമാനിച്ചു. നമ്മൾ വീണ്ടും ജനിച്ചു. പഴയ മദ്യപാനില്ല, പഴയ പുകവലില്ല, പഴയ നുണപറച്ചിലില്ല, പഴയ പകയോ വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ നല്ല മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചു. ആൾക്കാർ സമ്മതിക്കുവോ? കൂടുതലൊരു സമ്മതിക്കില്ല, കൂടുതലൊരു ദൂഷിക്കുള്ളൂ. ഓ, നീ വലിയൊരു പുണ്യാളം വന്നിരിക്കുന്നു, വലിയ വിശുദ്ധം വന്നിരിക്കുന്നു, നിനക്ക് തലയ്ക്ക് സുഖമില്ല, നിന്റെ തീരുമാനങ്ങളൊക്കെ അബദ്ധാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെപ്പറ്റി നീ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിക്കുകയുള്ളൂ, അവർ ഉപദ്രവിക്കുകയുള്ളൂ. നമ്മളങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ദുഷ്പ്രവർത്തിക്കാർ. എന്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്? നമ്മളിപ്പോ പാരമ്പര്യത്തിൽ നിന്നും പെരുന്നാള് അല്ലെങ്കിൽ പൂരം, വേലകള്, അല്ലെങ്കിൽ ഓണാഘോഷം, വിഷു, ക്രിസ്മസ് ആഘോഷം എന്നിവയിൽ നിന്നൊക്കെ വിരമിച്ച് അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചിട്ട് നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യും? അവർ സമ്മതിക്കില്ല, അവർ ദൂഷിക്കുള്ളൂ. എന്നാൽ അവരുടെ കൂടെ നമ്മൾ അവരുടെ ആട്ടങ്ങളിലും പാട്ടുകളിലും കൂത്താട്ടങ്ങളിലും നമ്മൾ കൂട്ടുകൂടി നടക്കുകയാണെങ്കിൽ അവർ ദൂഷിക്കുവോ? അവർ ദൂഷിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 1 പത്രോസ് 4-ന്റെ 2 മുതൽ വായിച്ചു. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതും മതി. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാളെ മേലാക്കൂടിയുള്ളവർ ചെയ്യാൻ പാടില്ല. ഇന്ന് കേൾക്കുന്നവര് നാളെ മേലാക്കം ചെയ്യാൻ പാടില്ല. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ തെറ്റായി നമ്മൾ ചെയ്തിരുന്നു എങ്കിലും ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. നാളെ മേലാക്കം നമ്മളിത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? മനുഷ്യരുടെ പ്രശംസയോ മനുഷ്യരുടെ കൂട്ടുകെട്ടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ദൈവമായ കർത്താവിന്റെ കൂട്ടുകെട്ടും ദൈവത്തിന്റെ പ്രശംസയോ വേണ്ടത്. മനുഷ്യനെ ഈ ഭൂമിയിൽ പ്രസാദിപ്പിക്കാൻ നിന്ന ബന്ധുമിത്രാദികളെ പ്രസാദിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിലുള്ള പ്രശംസ നഷ്ടപ്പെടും. ദൈവത്തിന് മുമ്പിലുള്ള പ്രശംസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പെടാപാടുപെട്ടതൊക്കെ വെറുതെയാവും. നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടും. തീർച്ചയായും പറയുക, നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. കണ്ടോ? നിങ്ങൾ അവരോട് കൂടെ നടന്നാൽ കൂത്താട്ടങ്ങളിലും അവരുടെ കൂടെ കള്ളുകുടിയിലും അവരുടെ ജീവിത രീതികളിലും കൂട്ടായ്മ ചേർന്ന് നടക്കുകയാണെങ്കിൽ അവരൊന്നും പറയില്ല. അതിൽ നിന്നൊക്കെ അകന്ന് മാറുമ്പോഴാണ് നമുക്ക് ഈ ദുഷ്പ്രവർത്തിക്കാര്
പൊട്ടൻ, തനി കൊള്ളരുതാത്തവൻ, ഈ ഗുണം പിടിക്കില്ല, ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം അപ്പനോ അമ്മ പോലും ശപിച്ചു തള്ളിയാലും നമുക്ക് ഇതനുസരിക്കുവാൻ ആണ് വ്യവസ്ഥ. ഈ ദൈവത്തിന്റെ വചനം അനുസരിക്കുവാനാണ് വ്യവസ്ഥ. ഈ തെറ്റായ ജീവിത രീതികളെ അനുസരിക്കാനുള്ള വ്യവസ്ഥ. അപ്പൊ അതുകൊണ്ട് അവർ ദുഷിച്ചോട്ടെ. ഈ ജാതികൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളെ നിന്ദ്യരായി കണ്ടോട്ടെ, നമ്മളെ അപമാനിച്ചോട്ടെ, നമ്മളെ പൊട്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞോട്ടെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തിന്റെ വ്യവസ്ഥ, ദൈവത്തിന്റെ അടിസ്ഥാനം നമ്മൾ മുറുകെ പിടിക്കണം. അങ്ങനെ വേണം നമുക്ക് ജീവിക്കുവാൻ. ഇതിന്റെ ഗുണം ആർക്കാ? ദുഷിക്കുന്നവർക്കല്ല കിട്ടുക. ഇതിന്റെ ഗുണം നിന്റെ കൂടെയുള്ളവർക്കല്ല കിട്ടുക, നിനക്ക് കിട്ടുക. ഒരു കുടുംബത്തിലുള്ളവർ അവരേത് തരത്തിലും ജീവിച്ചോട്ടെ. എന്റെ ഈ സന്ദേശം വ്യക്തിപരമാണ്, കുടുംബത്തോടല്ല, വ്യക്തികളോടാണ്. ദൈവത്താൽ, ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരോടാണ്, ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ചവരോടാ, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരോടാ പറയാനുള്ളത്. വ്യക്തിപരമാണ് ഇന്നത്തെ ഈ ആലോചന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പനമ്മനെയാ അങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, എൻ്റെ കുടുംബക്കാരെങ്ങനെയാണ്, എൻ്റെ സഭയിലുള്ള കൂട്ടു സഹോദരങ്ങൾ എങ്ങനെയാണ്, സഭാ മൂപ്പൻ എങ്ങനെയാണ്, മറ്റവരങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒഴിവൊഴിവില്ല. വ്യക്തിപരമാണ് ഈ സന്ദേശം. നമ്മൾ ദൂഷിച്ചു കൊള്ളട്ടെ, നമ്മൾ വിടക്ക് എന്ന് തള്ളിക്കോട്ടെ, പക്ഷെ നമുക്കൊരു നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ഈ ദൈവവ്യവസ്ഥയിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. പരദേശികളും പ്രവാസികളും എന്ന നിലയിൽ നിങ്ങളാണ്. അതേസമയം എന്ത് ചെയ്യണം? ജഡമോഹങ്ങളെ വിട്ടകന്ന് നമുക്ക് ഈ ശരീരം വിടുവാൻ, ഈ ജഡമോഹങ്ങളെ വിടുവാൻ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ സാധിക്കണം. ഞാൻ ചത്തു കഴിഞ്ഞേക്ക് ഒന്നും ചെയ്യാനില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞേക്ക് ഒന്നും ചെയ്യാല്ല. എൻ്റെ ശരീരം കൊണ്ട് വല്ലതും ചെയ്യാനുണ്ടോ? ഈ ശരീരം കൊണ്ട് തിന്മ വിട്ട് നന്മ ചെയ്യണമെങ്കിൽ എനിക്ക് ജീവിച്ചിരിക്കുമ്പോഴേ പറ്റുള്ളൂ. ഇപ്പൊ പലരും മരിച്ച് എത്ര വൃത്തികേട് ചെയ്താലും മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നയം പറ്റില്ലേ? ഓ, എന്തൊക്കെയായാലും ഒരു പാവം മനുഷ്യനായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തൊക്കെയായാലും അദ്ദേഹം ഒരു പാവം മനുഷ്യനായിരുന്നു. ഇപ്പൊ അനുസ്മരണ യോഗമൊക്കെ വെക്കുമ്പോൾ വാദോരാതെ സംസാരിക്കും അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ പറ്റി. മനസ്സിലായോ? നമുക്ക് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നന്മ ചെയ്യാൻ അവസരം. അതുകൊണ്ട് ജഡമോഹങ്ങളെ വിട്ടകന്ന് മറ്റുള്ളവർ നമ്മൾ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നമ്മുടെ നല്ല പ്രവർത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ നടപ്പ് അവരുടെ ഇടയിൽ വൃത്തിയുള്ളതായിരിക്കണം, അച്ചടക്കമുള്ളതായിരിക്കണം, നന്നായിരിക്കണം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ വെളിച്ചം എവിടെ നിന്നാണെന്നും നമ്മുടെ ഈ ആദർശവും നമ്മൾ പിടിച്ചിരിക്കുന്ന വിശ്വാസവും എവിടെ നിന്നാണെന്നും ജാതികൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഇന്ന് അവർ ദുഷിച്ചോട്ടെ, ഇന്നും നമ്മുടെ ബന്ധുമിത്രാദികൾ തള്ളിക്കളഞ്ഞോട്ടെ, പക്ഷെ അവർ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് അവർ പറയും, ഈ ദൈവവും ഈ ദൈവത്തിന്റെ ജനവും തന്നെയാണ് പെർഫെക്റ്റ്. അങ്ങനെ നമ്മെ കുറിച്ച് പറയണം. ഇത് പകുതി 2-5 കാലിടാൻ പറ്റില്ല കേട്ടാ. കുറച്ച് തിന്മയും കുറച്ച് നന്മയും പറ്റില്ല, കുറച്ച് ദ്രോഹവും കുറച്ച് ഉപകാരവും അത് പറ്റില്ല. നമ്മളെ നന്മ ചെയ്യാനായിട്ടാണ്, സൽപ്രവർത്തികൾക്കായിട്ടാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ നിശ്ചയിച്ചത്. ആ നിശ്ചയിക്കപ്പെട്ടതുപോലെ നമ്മൾ ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു. ഒരു ശരീരം നമുക്ക് നൽകപ്പെട്ടതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ വന്നു. സൽപ്രവർത്തികൾക്കായി ദൈവം മുന്നൊരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിതം ശാശ്വതമല്ല. ഈ ലോകം ഒരു ഭക്തന് യോഗ്യമല്ല. ഈ ലോകത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ആശ്വസിപ്പാൻ ഒരു വകയും കാണുകയില്ല. ഈ ലോകത്തിൽ നിന്ന് സന്തോഷകരമായി എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഈ ലോകത്തിൽ ആശ്രയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിരാശയായിരിക്കും നമുക്ക് ഫലം. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവർ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാലത്തെതിരായി കഴിഞ്ഞാൽ, നമ്മുടെ ജീവിത പങ്കാളി, മക്കള് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കെതിരായി കഴിഞ്ഞാൽ ഒരു പ്രയാസവും വയ്ക്കേണ്ട. കാരണം ലോകം ഒരു ഭക്തനെ സംബന്ധിച്ച് യോഗ്യമായതൊന്നും നൽകുന്നില്ല. നമ്മുടെ ഭക്തിയെ തകർക്കാൻ, നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, നിരാശ നമ്മെ ജനിപ്പിക്കുവാനായിട്ടാണ് ഈ ലോകാധിപതിയായ പിശാചും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പല രാജ്യങ്ങളിലും പല നിയമങ്ങളും രൂപപ്പെട്ടു വരുന്നത് ദൈവമക്കളുടെ ഭക്തിക്ക് യോജിച്ച വിധത്തിലല്ല. അവരുടെ ഭക്തിയെ നശിപ്പിക്കുവാൻ, അവരുടെ വിശ്വാസത്തെ തകർക്കുവാൻ, അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോ നിയമങ്ങളും തീരുമാനങ്ങളുമാണ് ഇനി വരാനിരിക്കുക.
ഇപ്പോൾ നമ്മുടെ നാട് ശാന്തമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം, നമ്മൾക്ക് സുവിശേഷം പ്രസംഗിക്കാം, ട്രാക്റ്റുകൾ വിതരണം ചെയ്യാം, നമുക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാം എന്നൊക്കെ ഉണ്ടെങ്കിലും ഇനി നാളെ അത് മാറും ഒരു പക്ഷേ. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ഒരു ഭക്തനെ സംബന്ധിച്ച് ലോകം യോഗ്യമല്ല. തൻ്റെ പുത്രനെ ലോകം എത്രമാത്രം അംഗീകരിച്ചു. തൻ്റെ പുത്രനെ അംഗീകരിക്കാത്ത ഈ ലോകം നമ്മെ അംഗീകരിക്കുമോ? പച്ച മരത്തിനോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകം നമുക്ക് യോഗ്യമായാലും യോഗ്യമല്ലാതിരുന്നാലും, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായാലും അനുകൂലമല്ലെങ്കിലും നമ്മുടെ ഭക്തിയെ നാം മുറുകെ പിടിക്കണം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങൾ. എബ്രായ ലേഖനം 12-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അയ്യോ, ഇതിപ്പോ പറയല്ലേ, ഇപ്പൊ പറയണ്ട. കാരണം ഞാൻ ദൈവം കരുണാമയനാണ്, സ്നേഹവാനാണ്, തെറ്റ് ചെയ്താൽ ക്ഷമിക്കുന്നവനാണ്, എന്നെ ചേർത്ത് പിടിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഞാൻ ആശ്വസിക്കുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ ആശ്വാസം ദൈവം തരുന്നതാണ്. ഇപ്പോൾ നീ ദൈവത്തിൻ്റെതായി മാറാൻ, ദൈവത്തിൻ്റെ മകനാകാൻ, ദൈവത്തിൻ്റെ മകളാകാൻ, ദൈവത്തിൻ്റെ സ്വന്തമായി തീരുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണ്. പക്ഷേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല എന്നിരിക്കെ നമുക്കൊരുക്കിയ നിത്യജീവനിലേക്ക് നാം എത്തണമെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഒത്തിരി ഭയത്തോടെ കഴിക്കണം. എന്ത് ഭയമാണ് വേണ്ടത്? ന്യായവിധി സിംഹാസനത്തിന് മുമ്പിൽ നാം ഒരു നാൾ നിൽക്കേണ്ടവരാണ്. ഈ ഭൂമിയിൽ പല പ്രസംഗങ്ങളും നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്, നമ്മെ സമാധാനിപ്പിക്കുന്നതാണ്, നമുക്ക് പ്രത്യാശ കൂട്ടി കൊണ്ടുവരുന്നതാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതിനേക്കാളുപരിയായി നാം ചിന്തിക്കേണ്ട, ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നാം ഒരു നാൾ നിൽക്കേണ്ടി വരും. നമ്മൾ അനുകൂലമായൊരു സാഹചര്യത്തിലോ അനുകൂലമായൊരു വ്യവസ്ഥിതികളിലല്ല നിലനിൽക്കേണ്ടത്. പിന്നെയും ഇത് നിർത്താണ്ട് പറയാൻ തോന്നുന്നത് എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ന്യായവിധിക്ക് അർഹരായി നിത്യതയ്ക്ക് ഒരു അവകാശവുമില്ലാതെ, ദൈവത്തിന്റെ പരിഗണനയ്ക്ക് ഒരു യോഗ്യതയുമില്ലാതെ ജീവിച്ചിരുന്നവരായ നമ്മെ തൻ്റെ പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ചു. ഒരു അപ്പന്റെ സ്നേഹം നമ്മെ സ്നേഹിച്ചു. ഒരു അപ്പന്റെ സ്നേഹം ഭക്തരോട് എന്നല്ല, ഭക്തർ എന്നല്ല, ദാസൻ എന്നല്ല, അടിമ എന്നല്ല, അപ്പന്റെ സ്നേഹം മക്കൾ കൊടുക്കുന്നു. ഇപ്പൊ അപ്പന്മാർക്ക് അറിയാലോ മക്കൾക്ക് നിങ്ങൾ എങ്ങനെ സ്നേഹം കൊടുക്കണമെന്ന്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖം എൻ്റെ മക്കൾ അനുഭവിക്കരുത്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു ദുരിതങ്ങൾ നാളെ എൻ്റെ മകൻ അനുഭവിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരുതുന്നത് സ്നേഹപൂർവമല്ലേ? സ്നേഹപൂർവമാണ് തീർച്ചയായും. പക്ഷെ അവരുടെ അപ്പനായതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ, നമ്മളെ സൃഷ്ടിച്ച ദൈവം, നാം ദൈവത്തിന്റെ സന്താനങ്ങളാണ്. ദൈവം നമ്മൾ വീണ്ടെടുത്തതാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഒരു പിതാവിന്റെ സ്നേഹവുമായി അവൻ വരികയാണ്. അത്രമാത്രം വരവിനായി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. അവന്റെ രാജ്യം ഇനി സ്ഥാപിതമാകുവാൻ, അവന്റെ ദിവസം ആഗതമാകുവാൻ ഇനി അധികം സമയമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലറ ചില്ലറ കളിയും തമാശയൊക്കെ നിർത്തി സീരിയസ് ഇതിലേക്ക് കടക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പറ്റിക്കഴിഞ്ഞാൽ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ അവൻ ഒരു കാര്യം കാണിച്ചിടുക, അവൻ തന്നെയാണ് ന്യായവിധി കർത്താവ്, നീതിയുള്ള ന്യായവിധി. ഇപ്പോൾ അവൻ ഈ ഭൂമിയിൽ, യേശു കർത്താവ് ന്യായം വിധിക്കാനുള്ള ഇപ്പോൾ ഇവിടെയല്ല, ഭൂമിയിലായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ എടുക്കപ്പെട്ടു സ്വർഗത്തിലേക്ക്. ഇപ്പോൾ എവിടെയിരിക്കുന്ന കർത്താവ്? ഇപ്പോൾ ദൈവമഹത്വത്തിന്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. ശിക്ഷ വിധിക്കുന്നവൻ ആർ?
ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി, ബലഹീനരായ നമുക്ക് വേണ്ടി, ഇപ്പോഴും പാപത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി, ഇപ്പോഴും തെറ്റിൽ നമ്മിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ തെറ്റുകളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ അവൻ ദൈവമഹത്വത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് ന്യായാധിപതിയുടെ റോളല്ല ചെയ്യുന്നത്, ഒരു വക്കീലിന്റെ റോളാണ് ചെയ്യുന്നത്. അവനതിന്റെ ആവശ്യമൊന്നുമില്ല. ഇഷ്ടം അറിയിച്ചു, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയിച്ചു മനുഷ്യരോട്. പക്ഷേ അവ ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു. അവൻ ന്യായാധിപതിയാണ്, അവനിലൂടെ തന്നെയാണ് ന്യായം വിധിക്കുക. ക്രിസ്തുയേശുവിൽ കൂടെ തന്നെയാണ് ദൈവം ന്യായം വിധിക്കുക ലോകത്ത്. അതിലൊരു മാറ്റമില്ല. പക്ഷേ അതിന് സമയമായിട്ടില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ദൈവമഹത്വത്തിന്റെ വലതുഭാഗത്തിരുന്നുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. വിശ്വസിച്ചോ? ഇപ്പോൾ അവൻ ജഡ്ജിയുടെ റോളല്ല. ജഡ്ജിയുടെ റോൾ എന്താണ്? വാദം കേൾക്കുക, വിധിക്കുക. വാദം കേൾക്കുക, വിധിക്കുക. പക്ഷെ വക്കീലിന്റെ റോളോ? ഒരു വക്കീല് മിടുക്കനാകുക, നീതിന്യായവും ചെയ്യുന്നവന്റെ വക്കീലാണ് മിടുക്കനാകുക. അത് തെറ്റ് ചെയ്ത കുറ്റവാളിയെ കുറ്റത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണോ മിടുക്കനാകുക? അതായത് മിടുക്കനായ വക്കീലേതാ? കുറ്റവാളിയെ ഒരു ശിക്ഷയും അവന് വിധിക്കാതെ അവനെ ആ കുറ്റത്തിൽ നിന്നും മോചിപ്പിച്ചെടുക്കുകയാണ് ഒരു മിടുക്കനായ വക്കീലിന്റെ ജോലി. മിടുക്കനായ വക്കീൽ, നമ്മൾ കുപ്രസിദ്ധനായ വക്കീൽ എന്നൊക്കെ പറയും. പക്ഷെ മിടുക്ക് എവിടെയാണ്? ആ കുറ്റവാളി ആ കുറ്റത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയാണ്. ഇവിടെ ആ ഒരു നിലവാരത്തിലേക്ക് കർത്താവ് ഇറങ്ങിയിരിക്കും. നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റുകാരാണെന്നുള്ളതുകൊണ്ട് അവൻ നമ്മെ തള്ളിക്കളയുന്നില്ല. അതെ, അവൻ ആ നേരത്തെ പറഞ്ഞ മിടുക്കനായ ഒരു വക്കീലിനെ പോലെ ഇന്നും നമുക്ക് വേണ്ടി ദൈവം മുമ്പാകെ പക്ഷപാതം ചെയ്യുകയാണ്. നമ്മുടെ തെറ്റുകളെ അവൻ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അവൻ കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ നിത്യ നരകത്തിലേക്ക്, ആ നിത്യ അഗ്നിയിലേക്ക് നാം തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി ഇന്നും അവൻ ഒരു വക്കീലിന്റെ വേഷം ചെയ്യുകയാണ്. ആർക്കു വേണ്ടി? പ്രിയ സഹോദര നിനക്ക് വേണ്ടി, പ്രിയ സഹോദരി നിനക്ക് വേണ്ടി, പ്രിയ സഹോദരങ്ങളെ എനിക്ക് വേണ്ടി ഇന്ന് അവൻ പക്ഷപാതം ചെയ്ത് ജീവിക്കുക. മറക്കല്ലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രവാസികളാണ്, പരദേശികളാണ്, നമ്മുടെ ശാശ്വതമായ ജീവിതം ഇവിടെയല്ല. ഒരു വക്കീലിന്റെ റോളുമായി അവൻ നമ്മെ കാത്തു നിൽക്കുക. ആർക്ക് അവന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റും? താൻ മുഖാന്തരമായി ദൈവത്തോട് എടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാണ്, ഇപ്പോഴും ജീവിക്കുന്നവനാണ്. ഇപ്പോഴവൻ തയ്യാറാ. ആർക്കൊക്കെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും? ആർക്കൊക്കെ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവന്റെ മുമ്പിൽ നിരപ്പാകാൻ പറ്റും? ആർക്കൊക്കെ തങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി, കർത്താവേ പറ്റിയിട്ടില്ലേ, എനിക്ക് അതിൽ നിന്നൊരു മോചനം എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മോചനം തരുവാൻ എനിക്ക് കഴിയും. അങ്ങ് ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ കൂടിയാണ്. ജനങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ കൂടിയാ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് തക്ക സമയത്ത് അവന്റെ കൃപാസനത്തിന് മുമ്പാകെ കടന്നു ചെന്നുകൊണ്ട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മുന്നിൽ ഏറ്റുപറയും. നിനവേ, ഓർമ്മ വന്ന നിനവേ നശിപ്പിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. നിനവേക്കാരെ നിങ്ങൾ നശിക്കും, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നശിപ്പിക്കും, ദൈവം ന്യായവിധി വരുത്താൻ പോകുന്നു, നിങ്ങൾ നശിക്കും എന്ന് പറഞ്ഞ് യോനാ പ്രവാചകനെ അയച്ചു. യോനാ പ്രവാചകനെ നിനവേലേക്ക് അയച്ചു. എന്തുകൊണ്ടാ? ദൈവം ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിനവേക്കാർ പാപം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ കുറ്റം ബോധ്യപ്പെടുത്താനായിട്ട് ഒരു പ്രവാചകനെ അവരുടെ മുമ്പാകെ അയച്ചു. അവരുടെ പ്രവാചകനെ അവരുടെ മുമ്പാകെ അയച്ചു. അവർ അത് കേട്ട് അന്യായവിധിയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും കേട്ടുകൊണ്ട് അവർ അനുദപിച്ചു. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ വരെ ഒരു തുള്ളി ജലപാനം പോലും ചെയ്യാണ്ട് അവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താത്തി. ദൈവം അവർക്ക് വരുത്തുമെന്ന് നിരൂപിച്ച അനർത്ഥങ്ങളൊന്നും അവരുടെ മേൽ വരുത്തിയതില്ല. അവരുടെ പ്രവർത്തികളിലൂടെ അവരുടെ മാനസാന്തരം ദൈവം ഉറപ്പുവരുത്തി. അവർ പ്രവർത്തിച്ചു, അവർ താഴ്ത്തി തങ്ങളെ തന്നെ.
ഈ ന്യായാധിപനായ ന്യായം വിധിക്കുവാൻ ശക്തനായ നീതിയുള്ള ദൈവത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ മാതൃകകളൊക്കെയും ഈ എക്സാമ്പിളൊക്കെയും നമ്മുടെ മുമ്പിൽ ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കൽ കൂടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ, ആ കൃപാസനത്തിന് മുമ്പ് ഒന്ന് ചെന്നാട്ടെ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവൻ നമ്മെ രക്ഷിക്കും. അവൻ പൂർണ്ണമായി രക്ഷിക്കുവാൻ സർവശക്തനായി എന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു സംശയം വിചാരിക്കേണ്ട. തക്ക സമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒന്ന് ചെന്നാൽ മതി. എന്നാൽ നമുക്ക് ബലം നൽകും ഈ ജഡിക മോഹങ്ങളെ അതിജീവിക്കുവാൻ. ജഡിക മോഹങ്ങളെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമല്ല. പല പ്രവർത്തികളുമുണ്ട് ജഡിക മോഹങ്ങൾ. നമ്മുടെ ജഡത്തിന് തൃപ്തി നൽകുന്ന, നമ്മുടെ കണ്ണുകൾക്ക് തൃപ്തി നൽകുന്ന പല പാപ സ്വഭാവങ്ങളും ഇന്ന് ഈ ഭൂമിയിലുണ്ട്. പല പാപ സ്വഭാവങ്ങളിലും വ്യാപൃതരാക്കുന്നവർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. പക്ഷെ നമ്മെ അതിൽ വ്യാപൃതരായി നശിച്ചു പോകണമെന്നല്ല കർത്താവായിരിക്കും. അതുകൊണ്ട് ഈ ശരീരത്തിൽ നമ്മുടെ ആത്മാവ് വസിക്കുന്നു. ഈ ആത്മാവിന് നിത്യജീവൻ നൽകുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിലുള്ളിടത്തോളം കാലം ജഡമോഹങ്ങളിൽ നിന്നകന്ന് നമുക്ക് പോകാനുണ്ട്, ഈ ശരീരം വിട്ട് പോകാനുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കണം. അതിനായിട്ട് ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ഹിതത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, സഹായിക്കണമേ. ഞങ്ങൾ ബലഹീനരാണ്. പലപ്പോഴും പല നന്മ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് പറ്റാതെ പോയിട്ടുണ്ട്. പല പാപ സ്വഭാവങ്ങളെ വിടണമെന്ന് കരുതിയിട്ട് ഞങ്ങൾക്കത് പറ്റാതെ പോയിട്ടുണ്ട്. എന്നാൽ കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾക്കനുസൃതമായി ന്യായവിധിയുടെ സിംഹാസനത്തിന് മുകളിൽ നിൽക്കേണ്ടി വരും. ഞങ്ങളത് തക്കവണ്ണം പ്രാപിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് കർത്താവെ, ആ ഒരു നിത്യശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടാതെ, നിത്യ നരകത്തിലേക്ക്, നിത്യ അഗ്നിയിലേക്ക് തള്ളപ്പെടാതെ ക്രിസ്തുവിലൂടെ ജീവൻ പ്രാപിക്കണമെന്നും നിത്യത കരസ്ഥമാക്കണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കർത്താവെ, തങ്ങളെ തന്നെ താഴ്ത്തി ദൈവമുമ്പാകെ ഈ അപേക്ഷയുമായി വരുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് കൈവിടില്ല, രക്ഷിക്കുമെന്ന് ഉറപ്പും അടിയനെ നൽകി കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, വ്യക്തിപരമായി ഓരോ വ്യക്തികളോടും തുടർന്നും സംസാരിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ, അങ്ങയുടെ വരവിനായി ഒരുങ്ങുവാൻ തക്കോണം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെയുള്ളവരെ നോക്കിയിട്ടില്ല, സാഹചര്യങ്ങളെ നോക്കിയിട്ടില്ല, സംഭവങ്ങളെ നോക്കിയിട്ടില്ല. കർത്താവെ, അവനവനെ തന്നെ ശോധന ചെയ്തുകൊണ്ട് അവനവനെ തന്നെ തിരുത്തി മുന്നോട്ട് പോകുവാൻ എല്ലാ വ്യക്തി ജീവിതങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ഈ സന്ദേശം കൈമാറിയതിനായിട്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ സ്വർഗ്ഗസ്ഥ പിതാവേ.